ഹലോ, വെൽക്കം ടു കേരള സ്റ്റോക്ക് മാർക്കറ്റ് ഗൈഡ്. അപ്പോൾ ഇന്നത്തെ പ്രീ മാർക്കറ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് ആദ്യം പോലെ തന്നെ ഗ്ലോബൽ മാർക്കറ്റ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ശേഷം നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി ലെവൽസ്, അതിനുശേഷം ഇന്നത്തെ ന്യൂസ്, ഫോക്കസിലുള്ള ന്യൂസ് നോക്കാം. സോ ടോട്ടൽ ഓവറോൾ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ലൈറ്റ്ലി പോസിറ്റീവാണ്. യൂറോപ്യൻ മാർക്കറ്റ് പോസിറ്റീവാണ്. ഡോ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഡോയ് S&P ഇൻഡെക്സും പോസിറ്റീവ്ലി നിൽക്കുകയാണ്. ഇപ്പം നിക്കി ജാപ്പനീസ് മാർക്കറ്റ് ലൈറ്റ്ലി നെഗറ്റീവ്ലി ക്ലോസ് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് ടോട്ടലി നോക്കുകയാണെങ്കിൽ US മാർക്കറ്റ്സ് അടക്കം പോസിറ്റീവ് ആയതുകൊണ്ടും നിഫ്റ്റി ലൈറ്റ്ലി പോസിറ്റീവ്ലി ട്രേഡ് ചെയ്യുകയാണ്. ആൻഡ് ഞാൻ ഒരു 50 പോയിൻറ്റ് സബ്സൈഡെങ്കിലും ഒരു ഗ്യാപ്പ് അപ്പ് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. സോ ഇനിയും ടൈമുണ്ട്. മേ ബി ഒരു ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സോ നമുക്ക് ക്ലോസ് വാച്ച് ചെയ്യാം. ആൻഡ് ഗ്ലോബൽ മാർക്കറ്റിലെ US മാർക്കറ്റിൻ്റെ ഒരു പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു സ്ട്രെങ്ത്തുള്ള മാർക്കറ്റ് എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നതെന്ന് നമുക്ക് US മാർക്കറ്റ് കണ്ടാൽ മനസ്സിലാവും. കാര്യം എത്രയൊക്കെ പ്രതിസന്ധി ഉണ്ടെങ്കിലും അവർ അത് അബ്സോർബ് ചെയ്ത് മുൻപോട്ട് വരുന്ന രീതി US മാർക്കറ്റിൻ്റെ ഒരു പ്രത്യേകതയാണ്. കാര്യം അത്രയും സ്ട്രെങ്ത് ആ മാർക്കറ്റിനുണ്ടെന്നുള്ളത് സൂചനയാണ്. സോ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം, അപ്പോൾ ഇന്നലത്തെ സെയിം ലെവൽസ് ഞാൻ എന്നും ഫോക്കസ് ചെയ്യും ഇൻട്രാഡേ ലെവലിൽ. അതിൽ ഞാൻ കുറച്ചുകൂടെ മൈന്യൂട്ട് ലെവലിൽ ഞാൻ കുറച്ചുകൂടെ ഫോക്കസ് ചെയ്യുന്നത് ഇന്നലത്തെ ഡേ ഹൈയിലും ആൻഡ് ടോട്ടൽ സപ്ലൈ സോൺസിൽ ഞാൻ കുറച്ച് കൂടുതലായിട്ട് കെയർഫുള്ളായിട്ട് വാച്ച് ചെയ്യും. ഈ ഡിമാൻഡ് ഏരിയാസ് കണ്ടില്ലേ, മാർക്കറ്റ് ഡൗൺ സൈഡ് വരികയാണെങ്കിൽ 25,130 ആൻഡ് 25,000 എന്ന് പറയുന്ന ഡിമാൻഡ് ഏരിയാസിൽ ഞാൻ കുറച്ചുകൂടെ ശ്രദ്ധ പുലർത്തും. കാര്യം ഇന്നലത്തെ അതേ ഡിമാൻഡ് ഇന്നും വാലിഡ് ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാര്യം ഇന്നലെ കുറച്ച് കൺസോൾട്ടേഷൻ മാർക്കറ്റ് ആയിരുന്നു. ഒരു ഡൗൺ സൈഡ് മാർക്കറ്റ് പോലെ വന്നെങ്കിൽ പോലും മാർക്കറ്റ് ഹോൾഡ് ചെയ്ത് നിന്ന ഡിമാൻഡ് ഏരിയാസിൽ ഞാൻ ഇന്നും കുറച്ച് ഫോക്കസ് ചെയ്യും. ഓക്കെ, അപ്പം എന്തെങ്കിലും കൂടുതൽ അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ആൻഡ് ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ തന്നെ ഇന്നലത്തെ സെയിം ലെവൽസ് ഇന്നും ഞാൻ ഫോളോ ചെയ്യും. ഇപ്പം 56,730 എന്നുള്ള റേഞ്ച് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ അടുത്തത് 57,200 ആൻഡ് 57,600. ഈ ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്ത ശേഷം ഞാൻ കൂടുതൽ കാര്യങ്ങൾ തീരുമാനമെടുക്കാനാണ് ഞാൻ നിൽക്കുന്നത്. മറിച്ച് ഒരു ഡൗൺ സൈഡ് മാർക്കറ്റാണ് ഇന്ന് ഉണ്ടാവുന്നതെങ്കിൽ ആദ്യത്തെ ഒരു ഡിമാൻഡ് ഏരിയ ആയിട്ട് 56,180 ആൻഡ് 55,870 ഈ ഞാൻ ആദ്യത്തെ ഒരു ഡിമാൻഡ് ഏരിയാസ് ആയിട്ട് കണക്കാക്കും. സോ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് മാർക്കറ്റ് റൺ ചെയ്ത ശേഷം നമുക്ക് തീരുമാനിക്കാൻ കഴിയും. നമുക്ക് നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി ലെവൽസ് എന്ന് പറയുന്നത് നമുക്ക് ലൈവ് മാർക്കറ്റിലും കൂടെ കാര്യങ്ങൾ ഡിസൈഡ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, സോ ഇന്ന് കുറച്ച് ന്യൂസസ്, കുറച്ചധികം കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇന്ന് റിസൾട്ട് വരുന്ന കുറച്ച് കമ്പനികളുണ്ട്. അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ടെക് മഹീന്ദ്ര, ICICI ലൊംബാർഡ് ജനറൽ ഇൻഷുറൻസ്, ICICI പ്രൊഡൻഷ്യൽ ലൈഫ് ഇൻഷുറൻസ്, ആദിത്യ ബിർള മണി, സയൻറ്റ്, ഹാത്വേ കേബിൾസ്, ഇന്ത്യൻ റിന്യൂവബിൾ എനർജി ഡെവലപ്മെൻറ്റ് ഏജൻസി, ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര, പെർസിസ്റ്റൻസ് സിസ്റ്റംസ്, ലീല പാലസ് ഹോട്ടൽ ആൻഡ് റിസോർട്ട്സ്, തൈറോക്കെയർ. സോ ഈ കമ്പനികളിൽ ട്രേഡ് ഹോൾഡ് ചെയ്യുന്നവരും ഈ കമ്പനിയിൽ ട്രേഡ് എടുക്കാൻ ഉദ്ദേശിക്കുന്നവരും കുറച്ചും കൂടെ കെയർഫുള്ളായിട്ട് റിസൾട്ട് അനലൈസ് ചെയ്ത ശേഷം ഉചിതമായ തീരുമാനം എടുക്കുക. ശേഷം ഇന്നലെ വന്ന ക്വാർട്ടർലി ഏർണിങ്സിൽ HCL ടെക്കിൽ ഫ്ലാറ്റായിട്ടുള്ള ഒരു പ്രോഫിറ്റ് ആൻഡ് റവന്യൂ ഗ്രോത്ത് ആണ് കാണിക്കുന്നത്. അവരുടെ റവന്യൂ ഇൻ ടേംസ് ഓഫ് ഡോളർ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. പിന്നെ കമ്പനി ഒരു ഡിവിഡൻഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. HCL ടെക്നോളജീസ് 12 rupees പെർ ഷെയർ ആണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ജസ്റ്റ് ഡയൽ എന്ന് പറഞ്ഞ കമ്പനിയുടെ പ്രോഫിറ്റ് ആൻഡ് റവന്യൂ പുറത്തു വന്നിട്ടുണ്ട്. പ്രോഫിറ്റ് ഫോൾ ചെയ്യുകയും റവന്യൂ ഇൻക്രീസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആനന്ദ് വെൽത്ത് ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ റവന്യൂ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. കമ്പനി 6 രൂപ പെർ ഷെയർ ഡിവിഡൻഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഓക്കെ, 2 കമ്പനികൾ ഡിവിഡൻഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ശേഷം ക്വാർട്ടർലി ബിസിനസ് അപ്ഡേറ്റ് നോക്കുകയാണെങ്കിൽ ലാൻഡ്മാർക്ക് കാസിൻ്റെ റവന്യൂ ആൻഡ് വെഹിക്കിൾ സെയിൽസ് ഇൻക്രീസ് ചെയ്തതായിട്ടുള്ള ന്യൂസ് ഉണ്ട്. പിന്നെ ഇമ്പോർട്ടൻറ്റ് ന്യൂസ് ഉള്ളത് RBL ബാങ്കിലാണ്. RBL ബാങ്ക് നമ്മൾ ട്രേഡ് ഹോൾഡ് ചെയ്യുന്നുണ്ട്. RBL ബാങ്കിൽ ഒരു മിഡിൽ ഈസ്റ്റ് എമിറേറ്റ്സ് മിഡിൽ ഈസ്റ്റ് ബേസ്ഡ് പവർ ഹൗസ് എന്ന് പറയുമ്പോൾ NPT എന്നൊരു അവർ ബാങ്കിങ് ഗ്രൂപ്പ് RBL ബാങ്കിൻ്റെ 51% സ്റ്റേക്ക് അക്വയർ ചെയ്യാനായിട്ടുള്ള ഒരു ഡിസ്കഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ശേഷം KEC ഇൻ്റർനാഷണൽ എന്ന് പറഞ്ഞ കമ്പനിയിൽ ഒരു ന്യൂസ് ഉണ്ട്. അത് ഞാൻ ട്രേഡ് ഹോൾഡ് ചെയ്യുന്ന കമ്പനിയാണ്. KEC ഇൻ്റർനാഷണലിന് 1174 കോടിയുടെ ഓർഡർ പുതിയതായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് മിഡിൽ ഈസ്റ്റിലും ഇന്ത്യയിലുമായിട്ടുള്ള പ്രൊജക്റ്റുകളാണ്. സോ അവർക്ക് ടോട്ടൽ അവരുടെ ഓർഡർ എന്ന് പറയുന്നത് 14,000 കോടിയിലേക്ക് എത്തിയിട്ടുണ്ട്. സോ ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആ ഓർഡർ എക്സിക്യൂട്ട് ചെയ്യുന്ന രീതിയിലാണ്. ഓക്കെ, അതിനുശേഷം ലോധ ഡെവലപ്പേഴ്സ് ബാംഗ്ലൂരിൽ 8.37 ഏക്കേഴ്സ് ഓഫ് ലാൻഡ് അക്വയർ ചെയ്തിട്ടുണ്ട്. അതൊരു ന്യൂസാണ്. പിന്നെ പ്രധാനപ്പെട്ട ന്യൂസ് ഉള്ളത് ഓയിൽ ഇന്ത്യക്കാണ്. ഓയിൽ ഇന്ത്യ ആസാം ഗവൺമെൻറ്റുമായിട്ട് ഒരു 15 വർഷത്തേക്ക് കൂടെ അവർ ഓൺഗോയിങ് ആയിട്ടുള്ള പ്രൊജക്റ്റിൻ്റെ കോൺട്രാക്റ്റ് ഇൻക്രീസ് ചെയ്യാനുള്ള തീരുമാനം ഉണ്ടായിട്ടുണ്ട്. സോ 15 വർഷം കൂടുതൽ, 5 വർഷത്തേക്കും കൂടെ, അതായത് നോർത്ത് ഈസ്റ്റ് ഇലക്ട്രിക് പവർ കോർപ്പറേഷൻ്റെ ആയിട്ടുള്ള ഒരു എഗ്രിമെൻറ്റ് അവർ കൂട്ടിയിട്ടുണ്ട്. 15 വർഷത്തേക്ക് കൂടെ കൂട്ടിയിട്ടുണ്ട്. അതൊരു പോസിറ്റീവ് കാര്യമാണ്. പിന്നെ അവരൊരു ഫ്ലാഗ്ഷിപ്പ് ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്റ്റ് നടത്തുന്നുണ്ട്. NSPL എന്ന് പറയും, പ്രൊഡക്റ്റ് പൈപ്പ് ലൈനിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു വലിയ പ്രൊജക്റ്റാണ്. അതിൻ്റെ ഒരു മെക്കാനിക്കൽ കംപ്ലീഷൻ അവർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. സോ അത് വരുമ്പോഴത്തേക്കും നല്ലൊരു റവന്യൂ ഇൻക്രീസും അവർക്ക് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ,
പിന്നെ യൂണിപാർട്സിൻ്റെ 22.50 പെർ ഇക്വിറ്റി ഷെയർ ഡിവിഡൻഡ് സ്പെഷ്യൽ ഇൻ്ററിം ഡിവിഡൻഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഓക്കെ, റെക്കോർഡ് ഡേറ്റ് വരുന്നത് ഒക്ടോബർ 23 ഓക്കെ. പിന്നെ 5 പൈസ ക്യാപിറ്റലിൻ്റെ എന്താ പറയുക ഡയറക്ടർ ആൻഡ് CFO ഗൗരവ് മഞ്ചലിന് 3 ലക്ഷം രൂപയുടെ ഫൈന് നമ്മുടെ സെബി പെനാൽറ്റി കൊടുത്തിട്ടുണ്ട്. സോ അതൊരു ന്യൂസായിട്ട് നിലനിൽക്കുന്നുണ്ട്, സൂക്ഷിക്കുക. ഓക്കെ, ശേഷം ഇന്നൊരു മെയിൻ ബോർഡ് ലിസ്റ്റിംഗ് ഉള്ളത് LG ഇലക്ട്രോണിക്സ് ആണ്. F&O ബാനുള്ള സ്റ്റോക്കുകൾ RBL ബാങ്കും സമാൻ ക്യാപിറ്റലുമാണ് നിലവിലുള്ള കാര്യങ്ങൾ. ഓക്കെ, അപ്പം ഒരുപാട് പേര് 2-3 പേര് കുറച്ച് സ്റ്റോക്സ് അനലൈസ് ചെയ്യാമോ എന്ന് ചോദിച്ചിരുന്നു. അപ്പം ആ സ്റ്റോക്സിൽ ഒന്ന് ക്യൂബ് പവർ ആണ്, ക്വാളിറ്റി പവർ ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ്സ് ആണ്. അപ്പം ഞാൻ അതിന് എൻ്റെ വ്യൂ ഞാൻ പറഞ്ഞുതരാം. എൻ്റെ വ്യൂ ഞാൻ പറയുകയാണെങ്കിൽ ക്യൂബ് പവർ നിലവിൽ 1021 EMAക്ക് ഡൗൺ സൈഡ് താഴെയാണ് ട്രേഡ് ചെയ്യുന്നത്. സോ ഇപ്പോൾ ഞാനൊരു എൻട്രി ഇതിൽ നിലവിൽ ഞാൻ നോക്കുന്നില്ല. ക്യൂബ് പവറിൽ കുറച്ചും കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യുകയാണ്. മേ ബി ഈ ഒരു റേഞ്ചിൽ 930 ആൻഡ് 720 റേഞ്ചിൽ റീടെസ്റ്റ് ചെയ്യുകയില്ലെന്ന് നോക്കിയിട്ട് ശേഷം മാത്രമേ ഞാൻ പുതിയൊരു ഓർഡർ നോക്കത്തുള്ളൂ. ആൻഡ് അല്ലെങ്കിൽ മറിച്ച് ഈ ഒരു ഭാഗത്ത് നിന്ന് ഒരു അപ്സൈഡ് മൊമെൻറ്റം വേണം. ഒരു 1000 മുകളിൽ ഈ സ്റ്റോക്ക് ട്രേഡ് ചെയ്യുകയാണെങ്കിൽ മേ ബി ഞാനൊരു എൻട്രി നോക്കും. അല്ലാത്ത പക്ഷം 900 ആൻഡ് 725 ആണ് ഒരു മേജർ സപ്പോർട്ട് ഏരിയ ആയിട്ട് ഹോൾഡ് ചെയ്യാൻ സാധ്യതയുള്ളത്. ഇപ്പോൾ ക്യൂബ് പവർ ഞാൻ നോക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു ഏരിയയ്ക്ക് മുകളിൽ, അതായത് 1000 റേഞ്ചിന് മുകളിൽ ക്ലോസ് ചെയ്യുകയില്ല എന്ന് നോക്കിയ ശേഷം മാത്രമേ ഞാൻ ട്രേഡ് ഇനി ക്യൂബ് പവറിൽ പുതിയൊരു എൻട്രി നോക്കത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഒരു ന്യൂ IPO ലിസ്റ്ററാണ്. അപ്പം ഈ ഒരു ബേസിലേക്ക് വരുമോ ഇല്ല എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പം ടാർഗറ്റ് എന്തായിരിക്കും ഇതിൻ്റെ ടാർഗറ്റ് എന്ന് ഞാനിപ്പം ഡിസ്കസ് ചെയ്യുന്നില്ല. കാര്യം മാർക്കറ്റ് ഇതൊരു തീരുമാനം എത്തട്ടെ. ഒന്നെങ്കിൽ 980 എന്നുള്ള റേഞ്ച് ഹോൾഡ് ചെയ്യണം, അല്ലാത്ത പക്ഷം 900 എന്നുള്ള ഏരിയ ഹോൾഡ് ചെയ്യണം. ഈ 2 ഏരിയ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ടാർഗറ്റ് ഡിസ്കസ് ചെയ്യാം. അല്ലാത്ത പക്ഷം നമുക്കിത് കുറച്ച് ദിവസം വാച്ച് ചെയ്ത ശേഷം മാത്രം തീരുമാനം എടുക്കാം. രണ്ടാമത് ചോദിച്ചിരുന്നത് ആസ്റ്റർ DM ആണ്. അപ്പോൾ ആസ്റ്റർ DM നമ്മൾ ഓൾറെഡി ഹോൾഡ് ചെയ്യുന്ന ട്രേഡാണ്. ഞാൻ എൻ്റെ ഗ്രൂപ്പിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് നിലവിൽ ഏറ്റവും നല്ലൊരു എന്താ പറയുക ട്രേഡ്, ഒരു സ്റ്റോക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ എക്സാമ്പിൾ ആസ്റ്റർ DM ആണ്. ഒരു ബേസിൽ നിന്നും ബ്രേക്ക് ഔട്ട് ചെയ്ത ശേഷം സ്റ്റോക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട്. ഞാൻ 760 to 800 റേഞ്ചിലേക്ക് അടുത്ത മൂവ്മെൻറ്റാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഞാൻ ഹോൾഡ് ചെയ്യുന്ന ട്രേഡ് ആയതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. സോ നമുക്ക് നോക്കാം. ആൻഡ് എത്ര ഏരിയയ്ക്ക് മുകളിൽ വീക്ക് ആവും ചോദിച്ചാൽ ഞാനൊരു 622 താഴെ പോയാൽ ആസ്റ്റർ DM വീക്ക് ആവും ഞാൻ പറയും. അല്ലാത്ത പക്ഷം നല്ല ബ്രേക്ക് ഔട്ട് റീട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല സിമ്പിൾ ടെക്സ്റ്റ് ബുക്ക് പാറ്റേണിലാണ് സ്റ്റോക്ക് മൂവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ വേറെ ഏത് സ്റ്റോക്കാണ് ഞാൻ വാച്ച് ലിസ്റ്റിൽ ഇട്ടേക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ ഡിസ്കസ് ചെയ്തിരുന്ന രാമ ഫോസ്ഫേറ്റ്സ് ആണ്. രാമ ഫോസ്ഫേറ്റ്സിനെ ട്രേഡ് കുറച്ച് ഹോൾഡ് ചെയ്യുന്നുണ്ട്. സോ ഒരു ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്യില്ല എന്നുള്ള കാര്യം ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് രാമ ഫോസ്ഫേറ്റ്സിൽ. ശേഷം ഓറിയൻടെക് ആണ്. ഓറിയൻടെക് ഇന്ന് നല്ല രീതിയിൽ ഇന്നലെ പെർഫോം ചെയ്തു. ഒരു ബ്രേക്ക് ഔട്ടിന് ശേഷം നല്ല രീതിയിൽ പെർഫോം ചെയ്തു. സോ ഞാൻ വരുന്ന ദിവസങ്ങളിൽ ഓറിയൻടെക്കും വാച്ച് ചെയ്യുന്നതായിരിക്കും. സോ കൂടുതൽ ഏതെങ്കിലും സ്റ്റോക്സ് നിങ്ങൾക്ക് അനലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയ്തിടാം. നമുക്ക് സ്റ്റോക്സ് എല്ലാം നോക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഇന്ന് വൈകിട്ട് പോസ്റ്റ് മാർക്കറ്റ് വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ താങ്ക് യു.